കോഴിക്കോട് നഗരത്തിൽ ആശങ്കയുയർത്തി മഞ്ഞപ്പിത്തം പടരും. മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുമ്പോഴും പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താൻ ഫണ്ടില്ലെന്നാണ് ആരോഗ്യ പ്രവർത്തകർ പറയുന്നത്. ഭക്ഷണത്തിൽ കൂടി പകരുന്ന വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ വിഭാഗത്തിൽപ്പെടുന്ന മഞ്ഞപ്പിത്തമാണ് പടർന്നു പിടിക്കുന്നത്. ദിവസേന 10-ലധികം പേരാണ് മഞ്ഞപ്പിത്ത ബാധയെ തുടർന്ന് ജില്ലയിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടുന്നത്. വിവരങ്ങളുമായി ഗോകുൽ ചേരുന്നു. ഗോകുൽ, ആശങ്കയാണ്, മഞ്ഞപ്പിത്തമാണ്, അതിങ്ങനെ പടരുകയാണ്, എന്നിട്ടും നടപടിയൊന്നും ഉണ്ടാകുന്നില്ലെന്നോ? കഴിഞ്ഞ മാസം 28, അതായത് 1-ാം തീയതി മുതൽ 28-ാം തീയതി വരെയുള്ള കണക്കു പ്രകാരം ജില്ലയിലെ സർക്കാർ ആശുപത്രികളിൽ മാത്രം ചികിത്സ തേടിയെത്തിയ ആളുകളുടെ എണ്ണം 150 ആണ്. ഔദ്യോഗിക കണക്ക് പ്രകാരമാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അതിൽ തന്നെ 2 പേർ മരണപ്പെടുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. ഈ ഘട്ടത്തിലൊന്നും ഈ പ്രവർത്തനങ്ങളൊന്നും, അതായത് പ്രതിരോധ പ്രവർത്തനങ്ങളൊന്നും ഊർജിതമാക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം ആരോഗ്യ വകുപ്പിനുണ്ട് എന്ന വിമർശനം ഉയരുന്നുണ്ട്. ചില ദിവസങ്ങളിൽ 15-ഉം 18-ഉം പേര് പോലും ഈ സർക്കാർ ആശുപത്രികളിൽ ചികിത്സയ്ക്ക് തേടിയെത്തുന്നതായിട്ട് റിപ്പോർട്ട് സർക്കാർ തന്നെ കണക്ക് പുറത്തുവിട്ടിട്ടുണ്ട്. സ്വകാര്യ ആശുപത്രികളിലെയും മറ്റ് പാരമ്പര്യ ചികിത്സകളൊക്കെ നേടുന്ന ആളുകളുടെ എണ്ണം കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള എണ്ണം വർദ്ധിക്കാനുള്ള സാഹചര്യമുണ്ട് എന്നും മനസ്സിലാക്കുന്നു. ഈ അടിക്കടി പെയ്യുന്ന മഴയും മറ്റുമാണ് ഇത്തരത്തിൽ രോഗവ്യാപനത്തിന് കാരണമാകുന്നത് എന്നാണ് ആരോഗ്യ വകുപ്പിന്റെ വിലയിരുത്തൽ. പക്ഷേ അത്തരത്തിലുള്ള വിലയിരുത്തലുകൾ ഉണ്ടാവുന്ന സമയത്തും പ്രതിരോധ പ്രവർത്തനങ്ങളൊന്നും ഊർജിതമാക്കാത്ത ഒരു സാഹചര്യമുണ്ട്. ഈ കോഴിക്കോട് എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമൊക്കെയാണ്. ധാരാളം തട്ടുകടകളും അല്ലെങ്കിൽ വഴിയോര കച്ചവടങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടെ നിന്നൊക്കെ വിതരണം ചെയ്യുന്ന കുടിവെള്ളത്തിന്റെയും ഒക്കെ ഗുണലഭ്യത എത്രത്തോളമാണ് എന്ന് പരിശോധിക്കാനുള്ള സംവിധാനങ്ങൾ ആരോഗ്യ വകുപ്പിനുള്ള, അത് കോർപ്പറേഷന്റെ ആരോഗ്യ വകുപ്പിനായാലും ഉണ്ടാവുന്നില്ല. ഇത്തരത്തിലുള്ള കണക്കുകൾ ഉണ്ടാവുന്ന സമയത്ത് ജനങ്ങൾ സ്വീകരിക്കേണ്ട ചില കാര്യങ്ങളെ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു പറയുന്നതിന് അപ്പുറത്തേക്ക് ആരോഗ്യ വകുപ്പിന് സ്വമേധയാ കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കാത്തൊരു സാഹചര്യമാണുള്ളത്. അതായത് തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കണമെന്ന് ജനങ്ങളോട് പറയുന്നു എന്നതിനപ്പുറത്തേക്ക് പരിശോധനകൾ വ്യാപകമാക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം വകുപ്പിനുണ്ട്. സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി ആരോഗ്യ വകുപ്പിനെ അലട്ടുന്നുണ്ട്. എന്തായാലും ക്രമാതീതമായിട്ട് ഈ മഞ്ഞപ്പിത്തം ഉൾപ്പെടെയുള്ള രോഗവ്യാപനം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. നഗരത്തിലും റൂറൽ മേഖലയിലും ഒരുപോലെ ഉണ്ടാകുന്നുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. 2 മരണങ്ങളാണ് കഴിഞ്ഞ മാസം 1-നും 28-നും ഇടയിൽ ഉണ്ടായിട്ടുള്ളത്. 2 മരണങ്ങളും ഉണ്ടായിട്ടുള്ളത് ഈ റൂറൽ മേഖലയിലാണ്. അത്തരം നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ഇത്തരത്തിൽ ഈ മഞ്ഞപ്പിത്തം വ്യാപകമാകുന്ന അല്ലെങ്കിൽ പരക്കുന്നൊരു കാഴ്ച കാണുന്നു. ഈ ആരോഗ്യ വകുപ്പിന് ഇതുമായി ബന്ധപ്പെട്ട പ്രതിരോധ പ്രവർത്തനങ്ങൾ ക്രിയാത്മകമായി ചെയ്യാൻ സാധിക്കാത്തൊരു സാഹചര്യവും നിലവിലുണ്ട്. കൃഷ്ണരാജ്, കോഴിക്കോട് ആശങ്ക ഉയർത്തുകയാണ് മഞ്ഞപ്പിത്ത ബാധ, പക്ഷേ പരിഹാരം ഉണ്ടാകുന്നില്ല. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗോകുൽ.